بسم الله الرحمن الرحيم. വിഷയം രോഗസന്ദർശനവും മരണാനന്തര കർമ്മവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഓരോ മനുഷ്യരും അല്ലാഹുവിന്റെ അടിമകളാണ്. പരസ്പരം തോളോട് തോളിൽ കരുണത്തോടെ വർത്തിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ രോഗസന്ദർശനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. നാം രോഗികളെ സന്ദർശിക്കുന്ന സമയത്ത് അത് അവർക്ക് പ്രതീക്ഷയുടെ കാതിലായി തോന്നണം. ഫാസിക്കിനെയും മുബത്തദീനെയും സന്ദർശിക്കാൻ പാടില്ല. സ്ത്രീ അന്യപുരുഷനെയും പുരുഷൻ അന്യ സ്ത്രീയെയും സന്ദർശിക്കൽ കടുത്ത ഹറാമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ ഹ്രസ്വമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ കൂട്ടരും നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് മോഡലായി അവതരിപ്പിക്കുകയാണ്. രോഗസന്ദർശനം വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ രോഗിയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചറിയുകയും രോഗിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഇതേ രോഗം ബാധിച്ച് എന്റെ കൂട്ടുകാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രോഗിയെ സന്ദർശിക്കുമ്പോൾ അവിടെ മരണ വാർത്ത അറിയിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവന് സന്തോഷവും സമാധാനവും നൽകുന്ന വാർത്തകളാണ് നൽകിയത്. രോഗിയുടെ അടുത്ത് അസ്സലാമു റബ്ബൽ അർശിലദീം അയ്യഷ്ഫിയക എന്ന് 7 പ്രാവശ്യം ദുആ ചെയ്യൽ സുന്നത്താണ്. രോഗിയെ പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കലും സുന്നത്താണ്. കാരണം രോഗിയുടെ ദുആ ഉത്തരം ലഭിക്കുന്ന ദുആ ആണ്. രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. ശർഇൽ ഹലാലായതും ഫലപ്രദമായതുമായ ഏത് ചികിത്സാ രീതിയും സ്വീകരിക്കാവുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ പാടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ രോഗിയായിരിക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സന്ദർശിച്ചു. അവിടുത്തെ തിരുകരങ്ങൾ എന്റെ നെഞ്ചത്ത് വെച്ചു. അതിന്റെ തണുപ്പ് ഞാൻ ആസ്വദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. നീ ഹത്തീഫ ഗോത്രക്കാരനായ ഹാരിദ് ഇബ്നു കിൽദയുടെ അടുത്ത് പോവുക. രോഗി മരണാസന്നമായാൽ കടങ്ങളും മറ്റയാക്കുകളും വീടാൻ ആവശ്യപ്പെടുകയും തോബക്കും വസിയത്തിനു വേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. അതുമാത്രമല്ല, രോഗി മരണാസന്നമായാൽ രോഗിക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. രോഗി അത് ഏറ്റുപറയുന്നില്ലെങ്കിൽ നിർബന്ധിപ്പിക്കാൻ പാടില്ല. രോഗി മരണപ്പെട്ടാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ: രോഗിയെ കിബിലക്ക് നേരെ തിരിഞ്ഞ് കിടത്തുക. അത് ഒന്നുമില്ലാത്ത കട്ടിലിലായിരിക്കണം. ശേഷം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് പറഞ്ഞ് കണ്ണുകൾ അടയ്ക്കുക. ശേഷം കൈകൾ ഞൊട്ടുകളെല്ലാം എടുത്ത് നേരെ നിവർത്തി വെക്കുക. ശേഷം കാൽമുട്ടുകളും കാലിലെ വിരലുകളെല്ലാം ഞൊട്ടടിച്ച് നിവർത്തി വെക്കുക. അതുപോലെ തന്നെ 2 കാലുകളും ചെയ്യുക. രോഗി മരണപ്പെടുന്ന സമയത്തുണ്ടായ വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതക്കുക. പിന്നെ മയ്യത്തിന്റെ താടിയെല്ലും തലയുമായി ഒരു നേരിയ തുണി കൊണ്ട് കെട്ടുക. ശേഷം ഒരു ചെറിയ ഭാരമുള്ള വസ്തു മയ്യത്തിന്റെ വയറ്റിൽ വെക്കുക.